സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ COPD വർദ്ധിക്കുന്നത് പുക ശ്വസിച്ചുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് അത് ഒഴിവാക്കാനായിട്ട് ഈ COPD സ്ത്രീകളിൽ വരുന്നത് ഒഴിവാക്കാനായിട്ട് എന്താണ് എടുക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, താങ്ക് യു. COPD സ്ത്രീകളിൽ വരാതിരിക്കാൻ അവരുടെ പാർട്ട്നേഴ്സ് വലിക്കാതിരിക്കുക. സ്ത്രീകളും വലിക്കാതിരിക്കണം. പൊതുവെ സ്ത്രീകൾ വലിക്കാറില്ല. അപ്പോ അധികം പാർട്ട്നേഴ്സിന്റെ അടുത്ത് നല്ല പാസീവ് സ്മോക്കിംഗ് കാരണമായിരിക്കാം അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഈ വിറകടുപ്പ് ഉപയോഗിക്കുന്ന അപ്പൊ പ്രോപ്പർ വെന്റിലേറ്റഡ് ആയിരിക്കണം അടുക്കളയിൽ നല്ല വെന്റിലേഷൻ വേണം. പിന്നെ ഈ വർക്ക് സ്പേസിലൊക്കെ കെമിക്കൽസും പുകയും ഒക്കെ അടിക്കുന്ന ആളുകളാണെങ്കിൽ പ്രോപ്പറായിട്ട് മാസ്ക് ഉപയോഗിക്കണം. പുക വലിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ശരി ഡോക്ടർ, ഈ അസുഖം ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു രോഗനിർണയം എങ്ങനെയാണ് ചെയ്യേണ്ടത്? സാധാരണയായി ഈ രോഗം 35 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾക്കാണ് സാധാരണ COPDയുടെ ലക്ഷണങ്ങൾ കണ്ടുവരാറുള്ളത്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, COPDയുടെ ഈ ഡയഗ്നോസിസ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രം ക്ലിനിക്കൽ സിംറ്റംസ് തന്നെയാണ്. എല്ലാ അസുഖത്തിനെയും പോലെ തന്നെ ക്ലിനിക്കൽ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പെർസിസ്റ്റന്റ് ഡിസ്നി ഓൺ എക്സേഷൻ, അതായത് സ്ഥിരമായിട്ടുള്ള കിതപ്പ്. ഇടയ്ക്ക് ഈ ഒരിക്കലും ഈ സിംറ്റംസ് ഒഴിഞ്ഞ അവസ്ഥ ഉണ്ടാവില്ല രോഗിക്ക്. സ്ഥിരമായിട്ടുള്ള കിതപ്പ്, ദീർഘകാലമായിട്ടുള്ള ചുമ, കഫം ഉണ്ടാവുക, വീസിങ്, ഇതൊക്കെയാണ് COPDയുടെ ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ COPDയുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്, അതായത് രോഗം സ്ഥിരീകരിക്കുന്നത് പൈറോമെട്രി അഥവാ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി നോക്കുന്ന ഒരു ഊതി പരിശോധന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു പരിശോധന മാർഗം വെച്ചിട്ടാണ് നമ്മൾ COPD രോഗം സ്ഥിരീകരിക്കുന്നത്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം, വായു മലിനീകരണം എന്നിവയും ഈ രോഗത്തെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ, ഇത് വർദ്ധിക്കുന്നതിന്? ഉണ്ട് 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 ഉണ്ടാവാറുണ്ട്. പിന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഈ ഇൻഫെക്ഷൻസും റേറ്റ് കൂടും. അതായത് വൈറൽ ഇൻഫെക്ഷൻസ്. അപ്പൊ ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇൻഫെക്റ്റീവ് എക്സാസർബേഷൻ ഓഫ് COPD, അതായത് ഇൻഫെക്ഷൻസ് COPDയുടെ ലക്ഷണങ്ങളെ കൂട്ടാറുണ്ട്. പിന്നെ പൊതുവായിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്നത് കൂടുതലും ആസ്മേനെയും കൂടെയാണ് ബാധിക്കുക. ആസ്മയും COPDയും തമ്മിൽ ഭയങ്കര അന്തരമില്ലാത്ത ഒരുപോലെ ഇരിക്കുന്ന ഒരുപോലെ ഇരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ ആസ്മയ്ക്കും COPDക്കും നല്ല വ്യത്യാസമുണ്ട്. എന്നാലും കാരണം എന്താ വെച്ചാൽ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. എൻറ്റയർലി നോർമൽ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ആസ്മ മെയിൻലി ഉണ്ടാവുന്നത് അലർജി കാരണമാണ്, പുകവലി കാരണമല്ല. COPD പുകവലി കാരണമാണ് ഉണ്ടാവുന്നത്. ആസ്മ അലർജി കാരണമാണ് ഉണ്ടാവുന്നത്. പിന്നെ ആസ്മ ചെറുപ്പകാലങ്ങൾ മുതലേ ഉണ്ടാവാം. COPD ഒരു 35 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണ് കണ്ടുവരുന്നത്. പിന്നെ ആസ്മ ഫുള്ളി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനാണ്. COPD ഒരിക്കലും റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. സാധാരണ ഈ സീസണൽ വേരിയേഷനും പിന്നെ ഈ ഒക്കെ വരുന്നത് ആസ്മയിലാണ്. പക്ഷെ ഈ വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഈ COPDനെ എഫക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ COPD ഇടയ്ക്കിടയ്ക്ക് സിംറ്റംസ് ഉണ്ടാവാം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലുള്ള ആൾക്കാർക്ക്.